അസ്സാം വലൈക്കും. അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നല്ല ഒരു കുക്കീസാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 1/2 കപ്പ് ഷുഗർ, 3/4 കപ്പ് ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്, 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, 1 ടീസ്പൂൺ വനില എസൻസ്, 1 and 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അതായത് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു മുട്ട, 100 ഗ്രാംസ് ചോക്ലേറ്റ്. ഞാനിവിടെ ഗാലക്സി ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റും ഇതിന് ഉപയോഗിക്കാം. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും ബട്ടറും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബട്ടറും ഷുഗറും നല്ലപോലെ ഇതുപോലെ യോജിച്ച് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം മൈദ ഇതുപോലെ അരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്ത ചോക്ലേറ്റ് പീസസ് നമുക്കിനി ഈ മിക്സറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തണുപ്പിക്കുന്നത് കൊണ്ട് കുക്കീസ് അതിൻ്റെ ടെക്സ്ചർ നിലനിർത്തി സാവധാനത്തിൽ മാത്രമേ ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ അത് വികസിച്ചു വരും. അല്ലെങ്കിൽ അതിലത്തെ ബട്ടർ മെൽറ്റ് ചെയ്ത് അത് ഒരു ഡിസ്ക് പോലെ പരന്ന ആകൃതിയിലാവും നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബാറ്ററാണ്. ഇതൊരു ഏകദേശം 30 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം ഓവനിൽ വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് കുക്കീസ് ബേക്കിംഗ് ട്രേയിൽ വെക്കുമ്പോൾ ഇതുപോലെ അകത്തി വേണം വെക്കാൻ. അല്ലെങ്കിൽ കുക്കീസ് ചൂട് കൊണ്ട് വികസിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റോ അല്ലെങ്കിൽ ഈ കുക്കീസിൻ്റെ എഡ്ജ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് എന്തായി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കീസ് തയ്യാറായിട്ടുണ്ട്. ഈ കുക്കീസ് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ട്രേയിൽ നിന്ന് മാറ്റാം. ഇത് ഇവിടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ് ഇരിക്കുക തണുത്തിട്ടുണ്ടെങ്കിൽ. ഇത് നല്ല ക്രിസ്പിയായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കീസ് നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.